കോട്ടയത്ത് ഒരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്ന അതിക്രൂര റാഗിങ്ങിനെ പറ്റിയുള്ള ഡിസ്കഷൻസ്, ചർച്ചകൾ കേരളത്തിൽ ഇന്ന് സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായി ഇപ്രകാരം അനേക ചർച്ചകൾ വന്നും പോയും ഇരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയാതെ ഏവർക്കും അറിവുള്ളതാണ്. നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇപ്രകാരമുള്ള അവിശ്വസനീയമായ ക്രൂരകൃത്യങ്ങൾ അടിക്കടി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി ചർച്ചകൾ ഘോര നടക്കുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ അടിസ്ഥാന മർമ്മത്തെ മനസ്സിലാക്കുവാനോ ഈ ശാപത്തിൽ നിന്ന് ഈ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളെയും അതിൻ്റെ ആത്മാവിനെയും സംരക്ഷിക്കുവാനോ എന്ത് ചെയ്യണം എന്ന് ആരെങ്കിലും ചോദിച്ചതായി ഈ ചർച്ചകളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? അങ്ങനെ ഒരു താല്പര്യം ആർക്കെങ്കിലും ഉള്ളതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം ആർക്കും പ്രശ്നമല്ല, അല്ലെങ്കിൽ ആർക്കും അതിൽ താല്പര്യമില്ല എങ്കിൽ ഈ ക്രൂരകൃത്യം ചെയ്യുന്നവരും ആ ക്രൂരകൃത്യത്തെ ആസ്പദമാക്കി എല്ലാ ദിവസവും വൈകിട്ട് വന്ന് മാധ്യമ ക്യാമറകളുടെ മുമ്പിലിരുന്ന് അവരുടെ ഭാഷ്യങ്ങൾ തട്ടിവിടുകയും ചെയ്ത മഹാന്മാരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇവിടെ വളരെ ലളിതമായൊരു സത്യമുണ്ട്. നാം സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ഇപ്രകാരമുള്ള അപകടമോ അനീതിയോ സഹിക്കേണ്ടി വന്നാൽ തീർച്ചയായും നാം വിളിച്ചു പറയും. ഇനിയും മറ്റാരുടെയും മക്കൾ, മറ്റാരുടെയും സഹോദരന്മാർ ഇപ്രകാരമുള്ള ക്രൂരകൃത്യത്തിന് ഇരയായി തീരാതിരിക്കത്തക്കവണ്ണമുള്ളൊരു സംവിധാനം നമുക്കുണ്ടാക്കണമെന്ന് നാം വിളിച്ചു പറയും. പക്ഷേ മറ്റുള്ളവർ, അന്യരെന്ന് നാം കരുതുന്ന ആളുകൾ, നമുക്ക് രക്തബന്ധമില്ലാത്ത ആളുകൾ, അവർ ഇപ്രകാരമുള്ള ക്രൂരതയ്ക്ക് വിധേയരാകുമ്പോൾ അത് ഒരു അക്കാദമികമായ ചർച്ചയുടെ വെടിമരുന്നായി മാത്രം നാം വെച്ച് പ്രയോജനപ്പെടുത്തുന്നത് ഉപയോഗിക്കുന്നത് നമുക്ക് മനസാക്ഷിയില്ലാത്തതുകൊണ്ടാണ്. ഒരു സംസ്ഥാനത്തിന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഭീകരമായി ഞെട്ടിപ്പിക്കുന്ന അധഃപതനത്തിൻ്റെ സംശയാതീതമായ തെളിവുകൾ നമുക്കെതിരെ ഗർജിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നാം ഇപ്രകാരമായിപ്പോയത്? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യവശാൽ ഇപ്പോൾ ആരും മണ്ടത്തരം വിളിച്ച് പറയുന്നില്ല കേരളത്തിൽ. ഇപ്പോൾ ആ ശബ്ദം കേൾക്കാനില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ അവസ്ഥയിലായിപ്പോയത് എന്ന് അല്പമൊന്ന് ആലോചിക്കണ്ടേ, അല്പമൊന്ന് ചിന്തിക്കണ്ടേ? പ്രത്യേകിച്ച് ഞാൻ കേരളത്തിലെ മത ആചാര്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജോലി എന്താണ്? നിങ്ങൾ കാലാകാലം അളയിൽ നിന്ന് വെളിയിൽ വന്ന് അത് ഇതൊക്കെ പറയുന്നല്ലോ, രാഷ്ട്രീയക്കാരുടെ തോളുരുമി നടക്കുന്നല്ലോ, ഘോരം പ്രസംഗിക്കുന്നല്ലോ, ജനങ്ങളെ സംഘടിപ്പിക്കുന്നുവല്ലോ, അവരെ തെരുവിലിറക്കി അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്നുവല്ലോ, കുരങ്ങനെ കൊണ്ട് പായസം വാരിക്കുന്നത് നിങ്ങൾ അവരെ കൊണ്ട് അത് ഇതൊക്കെ ചെയ്യിക്കുന്നുണ്ട്. നിങ്ങളെന്താണ് കേരളത്തിൽ പൂർവാധികമായ മതപരമായ ആവേശവും മതപരമായ പ്രസ്ഥാനങ്ങളും പ്രവൃത്തികളും അജണ്ടകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ നശിച്ച് നാരായണക്കല്ലായിട്ട് ഇവിടുത്തെ മനുഷ്യത്വം മൃഗീയതയ്ക്ക് തുല്യമായി അധപ്പതിച്ചിട്ട് അതിന് അല്പമെങ്കിലും വ്യത്യാസം വരത്തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇതിൻ്റെ കാരണം ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി ഈ മഹാരോഗത്തിന് ഒരു പ്രതിവിധി കണ്ടുപിടിക്കാൻ നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് എന്താണ് നിങ്ങൾ പരസ്പരമെങ്കിലും ഒന്ന് കുശലം പറയാത്തത്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. നിങ്ങൾ ഏത് ആത്മീയ പാരമ്പര്യവും പരിഗണിച്ച് നോക്കൂ, അതിലെല്ലാം രോഗശാന്തി എന്ന ഒരാശയമുണ്ട്. ഇപ്പോൾ ആയുർവേദം ഉത്ഭവിച്ചത് ഹിന്ദു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ്. കാരണം
എവിടെയൊക്കെ ആധ്യാത്മികമായ ചിന്തകൾ ജനിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ മനുഷ്യന് രോഗശാന്തി വേണമെന്നും അതിനുതകുന്ന വിധത്തിലുള്ള അറിവും ക്രമീകരണങ്ങളും നിർമ്മിക്കണമെന്നും ഉള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്വ ബോധം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ടിബറ്റൻ മെഡിസിൻ ഉണ്ട്. അതിൻ്റെ ആവിർഭാവം മതപരമായ ആ ഒരു കരുതലാണ് എന്ന് നമുക്കറിയാം. ക്രിസ്തു മതത്തിൽ രോഗശാന്തി ശുശ്രൂഷയുണ്ട്. പക്ഷേ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കാത്ത കാര്യം അവിടെ വ്യക്തിപരമായ രോഗശാന്തിയെപ്പറ്റി മാത്രമല്ല പറയുന്നത്, ഒരു സമൂഹത്തിനും രാഷ്ട്രത്തിനും അല്ല മാനവരാശിക്ക് ആകമാനം രോഗശാന്തി ആവശ്യമാണ് എന്ന അറിവാണ് യേശുവിൽ കൂടെ ലോകം പ്രാപിക്കേണ്ടത്, ക്രിസ്ത്യാനികൾ പ്രാപിക്കേണ്ടത്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും മനുഷ്യരാശിയെ ബാധിച്ചിരിക്കുന്ന വലിയ രോഗത്തിൻ്റെ പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നതെന്നാണ് യേശു പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ നഗരത്തെപ്പറ്റിയുള്ള ദർശനം കാണുമ്പോൾ ആ നഗരത്തിൻ്റെ മധ്യത്തിൽ കൂടെ ഒഴുകുന്നൊരു നദിയുണ്ട്. അതിൻ്റെ ഇരുപാർശ്വങ്ങളിലും മരങ്ങൾ ഉണ്ട്. അവയുടെ ഇലകൾ ലോകത്തിന് രോഗശാന്തി വരുത്തുന്നവയാണ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുമ്പോൾ നീ കണ്ടിട്ടില്ലാത്ത ദേശത്തേക്ക് ഞാൻ നിന്നെ അയക്കുന്നു, നീ വിശ്വസ്തനായി അങ്ങനെ പോയാൽ നീയും നിന്റെ സന്തതിയും ദേശത്തിന് ഒരനുഗ്രഹമായിരിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. യേശു തന്നെ വിശ്വസിക്കുന്നവരോട് എന്താണ് പറയുന്നത്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അങ്ങനെയല്ലേ? ഇത് പരിപൂർണമായി ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഭൂമിയിൽ കപ്പകൃഷി, ആത്മീയ കപ്പകൃഷി നടത്താം, ഒക്കുമെങ്കിൽ മറ്റാരുടെയെങ്കിലും ഭൂമി പാട്ടത്തിനെടുത്ത് അവിടെയും കൃഷി ചെയ്യാം എന്നതിനപ്പുറത്ത്, രൂപ എണ്ണുന്നതിനപ്പുറത്ത്, വരുമാനത്തിൻ്റെ കണക്ക് ബുക്ക് കാത്തു സൂക്ഷിക്കുന്നതിനപ്പുറത്ത് മനുഷ്യരാശിയോടും സമൂഹങ്ങളോടും പ്രതിബദ്ധതയുള്ള ഒരാത്മീയ ദർശനം വളർത്തിയെടുക്കുന്നതിൽ എല്ലാ മതങ്ങളും അമ്പയെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സമൂഹം ഇത്ര വ്യാപകമായ തോതിൽ ക്രൂരതയുടെ സ്വഭാവം ആർജിക്കുമ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന മർമ്മം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. എനിക്ക് ആദ്യമായി അവരോടും പറയാനുള്ളത്, ലോകത്തിൽ എവിടെയൊക്കെ ഭൗതിക സംസ്കാരം, ഭൗതിക ഉപഭോക്തൃ സംസ്കാരം, കൺസ്യൂമറിസ്റ്റ് മെറ്റീരിയലിസ്റ്റിക് സൊസൈറ്റി കൾച്ചർ പടർന്നിട്ടുണ്ടോ അവിടെയൊക്കെ പൂർവാധികമായി ക്രൂരത മനുഷ്യ സ്വഭാവത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിനകത്തൊരു തത്വമുണ്ട്. തത്വം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഈ സംസ്കാരത്തിൽ, ഭൗതിക ഉപഭോക്തൃ സംസ്കാരത്തിൽ അവൻ വസ്തുക്കളെ പോലെ ആയിത്തീരുകയാണ്. തിങ്സ്. ഒരു കല്ലിന് ഉള്ളില്ല. മനുഷ്യൻ കല്ല് പോലെ ആയിത്തീരുകയാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ് ജീവൻ്റെ നദി പുറപ്പെടേണ്ടത്. ആ ജീവൻ്റെ നദിയുടെ ഗുണങ്ങളാണ് സ്നേഹം, കരുണ, സത്യം, നീതി, സഹാനുഭൂതി, എല്ലാവരും ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഭാസങ്ങളാണെന്ന ചിന്ത, തത്വമസി, അഹം ബ്രഹ്മാസ്മി, നീ എന്നെ അയൽക്കാരനും ഒന്നാണ്, എല്ലാവരും ഒരേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം കരുതണം, ആരെയും ഒരു വിധത്തിലും ദ്രോഹിക്കരുതെന്ന് മാത്രമല്ല, ആരുടെയും ഒന്ന് മോഹിക്കരുതെന്ന് മാത്രമല്ല, നിനക്കുള്ളത് മുഴുവനും ഉപയോഗിച്ച് നിൻ്റെ സഹോദരന്, നിൻ്റെ അയൽക്കാരൻ നന്മ ചെയ്യുവാൻ നീ എപ്പോഴും ജാഗരൂകരായിരിക്കണം, ശത്രുവിനെ പോലും സ്നേഹിക്കണം. അങ്ങനെയുള്ള ചിന്ത വരണമെങ്കിൽ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ ആഴമുണ്ടാകണം. ഈ ആഴമാണ് ഈ ഉപഭോക്തൃ സംസ്കാരം മനുഷ്യരാശിയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കുക. 2, ഈ സംസ്കാരത്തിൽ കൂടെ സംഭവിക്കുന്ന മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഉപരിപ്ലവതയാണ്. ഉപരിപ്ലവത നമുക്കറിയാം. ഉപരിപ്ലവതയിൽ മനുഷ്യൻ
ആകെപ്പാടെ ചെയ്യുന്നത് അഭിനയം മാത്രമാണ്. ഇപ്പോൾ ഭക്തി നടിക്കുന്നു, അനുകമ്പ നടിക്കുന്നു, സഹാനുഭൂതി നടിക്കുന്നു, ഔദാര്യം നടിക്കുന്നു, ഞാൻ നല്ലവനാണ് എന്ന് നടിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിലും നാട്യമാണ്, അഭിനയമാണ്. മനുഷ്യരുടെ മുമ്പിലും അഭിനയമാണ്. സ്വയം മനസ്സാക്ഷിയുടെ മുമ്പിൽ പോലും അഭിനയമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, യാഥാർത്ഥ്യം ഒരു വഴിക്കും ഈ അഭിനയങ്ങളുടെ ലോകം വേറൊരു വഴിക്കും പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ അഭിനയങ്ങളുടെ ലോകത്തെ വെച്ച് നോക്കുമ്പോൾ നാം വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ നാം കിരാതന്മാരായി, ഗുഹാമനുഷ്യരെക്കാൾ മോശമായി തീർന്നിരിക്കും. ഗുഹാമനുഷ്യർ പോലും അവർ മൃഗങ്ങളെ നായാട്ടി ജീവിക്കുമെങ്കിലും ഇങ്ങനെ അനാവശ്യമായ ക്രൂരത കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൈയും കാലും കെട്ടിയിട്ടിട്ട് അവൻ്റെ ശരീരത്തിൽ മുഴുവനും കോമ്പസ് കൊണ്ട് കുത്തി ചോരയൊലിപ്പിക്കുക, അവൻ കരയുമ്പോൾ കണ്ണിൽ എന്താണ് പറയുന്നത്, സോപ്പ് ഒഴിച്ചു കൊടുക്കുക, വായിൽ സോപ്പ് ഒഴിച്ചു കൊടുക്കുക, അവൻ്റെ സെക്സ് ഓർഗനിൽ വലിയ ഭാരം കെട്ടിയിട്ട് അവനെ ബുദ്ധിമുട്ടിക്കുക, അത് കണ്ട് സന്തോഷിക്കുക, ചിരിക്കുക, കൈയടിക്കുക. കൂടെ പഠിക്കുന്ന ആളുകളിൽ നിന്ന് ഓരോരുത്തരും മാസം 800 രൂപ തരണം, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ചെയ്തു കളയും എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് പിടിച്ചു പറിക്കുക. അവരാണ് നാളെ ഈ പഠനമൊക്കെ പൂർത്തിയാക്കിയിട്ട് നഴ്സുമാരായി. മനസ്സിലാക്കണം, നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നഴ്സിംഗ് പ്രൊഫഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് പറയുന്നത്, മാഹാത്മ്യം, സൗന്ദര്യം എന്താണ്? അത് കരുതലിൻ്റെ ഒരു സേവനമാണ്. കരുതലില്ലാത്ത ഒരു നഴ്സിംഗ് കോമ്പസ് കയ്യിൽ വെച്ച് അവൻ്റെ മുമ്പിൽ നിസ്സഹായനായി കിടക്കുന്ന ആളിനെ കുത്തി മുറിവേൽപ്പിച്ച് അവൻ്റെ ചോര ഒലിക്കുമ്പോൾ അട്ടഹസിച്ച് ആസ്വദിപ്പാൻ മാത്രം കഴിവുള്ളൊരു വ്യക്തിത്വത്തെ ജനിപ്പിക്കുന്നു. കോമ്പസ് കയ്യിൽ പിടിച്ച് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയെ കുത്തി മുറിവേൽപ്പിക്കുന്ന ഇതേ കൈകളിൽ നാളെ സിറിഞ്ച് വരികയും നിങ്ങളും നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ മുമ്പിൽ പോയി ഇരുന്നിട്ട് അവരത് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്യും. ആർദ്രതയുടെയും കരുണയുടെയും കരുതലിൻ്റെയും ആത്മാവ് ഉണരാത്തൊരു നഴ്സ് ഒരു ഭീകരവാദിയേക്കാൾ അപകടം ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ നാം ഇപ്പോൾ വളർത്തിക്കൊണ്ടുവരുന്ന ഈ സമൂഹം, ഈ സംസ്കാരം, ഈ കാഴ്ചപ്പാട്, അതിൻ്റെ അഭിരുചികൾ അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്രകാരമുള്ള നഴ്സുമാരെ മാത്രമേ നമുക്ക് അർഹതയുള്ളൂ. അത് നാം മനസ്സിലാക്കണം. ഓരോ സമൂഹവും അത് അർഹിക്കുന്ന ഉപാധികൾ മാത്രമേ പ്രാപിക്കുകയുള്ളൂ. നാം മൃഗീയമായി പ്രവർത്തിക്കുന്ന രീതികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ രാഷ്ട്രീയവും മതപരവുമായ ലാഭത്തിന് ഉതകുന്നതാണെങ്കിൽ അവയ്ക്ക് ഹാരമിട്ടണിയിച്ച് മാനിക്കുകയും അതേസമയം തന്നെ നമ്മുടെ ആവശ്യത്തിൽ വരുമ്പോൾ എല്ലാവരും മാലാഖമാരായി നിന്ന് നമുക്ക് ചുറ്റും നിന്ന് നമുക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നത് വലിയ ഭ്രാന്താണ്. മണ്ടത്തരം മാത്രമല്ല, ഇത് തനിച്ച് മുഴുവൻ ഭ്രാന്താണിത്. അതുകൊണ്ട് കേരളത്തിൽ ഇന്ന് ഇപ്രകാരമുള്ള നഴ്സുമാരെ സൃഷ്ടിക്കാനുള്ള എന്താ പറയുക, സാംസ്കാരിക, ധാർമ്മിക, ആത്മീയമായ സമ്പത്തുള്ളൂ, റിസോഴ്സസ് ഉള്ളൂ. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളെ ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുവാൻ പര്യാപ്തമായ സംഭവങ്ങളാണ്. എന്താണ് നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ദയവായി തിരിച്ചറിയണമേ എന്ന അഭ്യർത്ഥനയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ സ്വന്തം സഹപാഠിയോട് ക്രൂരത ചെയ്യുന്ന, അത് കണ്ട് ആസ്വദിക്കുന്ന 5, 6, 7 വിദ്യാർത്ഥികൾ, അത് ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല. ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിൽ, അങ്ങനെ 100 സംഭവങ്ങൾ നടന്നെങ്കിൽ മാത്രമേ ഒരെണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുള്ളൂ. നിങ്ങൾക്കറിയാം. അതും ക്രിസ്തു മതത്തിനും മത വിഭാഗത്തിനും ഇസ്ലാം മത വിഭാഗത്തിനും മധ്യത്തിൽ ശത്രുതയുണ്ടാക്കണം, അവരെ തമ്മിലടിപ്പിക്കണം, അങ്ങനെ കഴിയുമെങ്കിൽ വർഗീയതകളെ ഉണ്ടാക്കണം. അതുപോലെ രാഷ്ട്രീയമായൊരു ധ്രുവീകരണം നടന്നാൽ തങ്ങളുടെ യജമാനന്മാർക്ക് അത് ലാഭം ചെയ്യുകയും യജമാനന്മാർ കൂടുതൽ ഞങ്ങളെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എന്ന വിധത്തിൽ ഈ 2 വിശ്വാസ സമൂഹങ്ങളുടെയും മധ്യത്തിൽ വെറുപ്പിൻ്റെ വിഷം തുപ്പുന്ന ക്രിസ്തീയ നേതാക്കന്മാർ, മെത്രാന്മാർ,
അവരും ഈ നഴ്സിംഗ് വിദ്യാർത്ഥികളും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. ദയവായി ഞാൻ ചോദിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പറയല്ലോ, അടുത്ത കൈയാണല്ലോ പറയുന്നത്. അല്ല, ഈ മെത്രാന്മാരുടെ രാഷ്ട്രീയമായ കളി വിജയിച്ചാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെടുകയും, കോട്ടയത്ത് ഒരു വിദ്യാർത്ഥിയാണ് കൈകെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തി ചോര ഒലിപ്പിച്ചതെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ മരിച്ചു വീഴുകയും ചെയ്യും. അത് വാസ്തവത്തിൽ ഈ കോട്ടയത്ത് നടന്ന സംഭവവും വയനാട്ടിൽ നടന്ന സംഭവങ്ങളും മറ്റനേക സംഭവങ്ങളുമായി നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടുതൽ ഭീകരമായി തോന്നുന്നത് ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യരുടെ മധ്യത്തിൽ വിഷം വിതയ്ക്കുന്ന ഈ പ്രവൃത്തിയാണ്. അത് ചെയ്യുന്നവർ മാന്യന്മാരും പരിശുദ്ധന്മാരും എന്ന് കേരളം വിലയിരുത്തണമെങ്കിൽ നമുക്ക് മുഴുഭ്രാന്താണ്. അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് പറയണമെങ്കിൽ നമ്മൾ പിശാചുക്കളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവൃത്തിയിൽ അടങ്ങിയിരിക്കുന്ന പൈശാചികമായ ക്രൂരത, നീചത്വം മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? കാരണം നമ്മുടെ അധപ്പതനത്തിൻ്റെ ആക്കമാണ്. അങ്ങനെ അധപ്പതിച്ചൊരു സമൂഹത്തിൽ യുവാക്കന്മാർ നഴ്സുമാരായി പരിശീലിക്കപ്പെടുന്നൊരു സ്ഥാപനത്തിൽ എന്ത് നടക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടുത്തെ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ, അവിടുത്തെ 10-15 സ്റ്റാഫിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടാകും? ഇതിൻ്റെ പരിഹാരം, ഈ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തക്കതായ പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല. നാം പൊതുവായി സ്വീകരിച്ചിരിക്കുന്ന ഈ ജീവിത ശൈലിയിൽ ആർദ്രതയ്ക്കോ കരുണയ്ക്കോ നീതിബോധത്തിനോ സത്യത്തിനോ എന്ത് വിലയാണ് നാം കൊടുക്കുന്നത്? മനുഷ്യനാകണം, പരസ്പരം സ്നേഹിക്കണം, മനുഷ്യത്വം വളർത്തിയെടുക്കണം. നാരായണ ഗുരു പറഞ്ഞില്ലേ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. നാം ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല. മനുഷ്യൻ നശിച്ചു പോയാലും എൻ്റെ മതം ജയിച്ച് അങ്ങ് വികസിച്ച് നിൽക്കണം, വലിപ്പം ഉണ്ടാകണം, കോടികൾ കൊയ്തെടുക്കണം. മനുഷ്യൻ പിശാചായാലും മനുഷ്യൻ പന്നിയായാലും എൻ്റെ പാർട്ടി വളരണം, എൻ്റെ പാർട്ടിക്ക് ഭരണം കിട്ടണം. ഇതല്ലാതെ നമുക്ക് എന്ത് ദർശനമാണുള്ളത്? ഇവിടുത്തെ മനുഷ്യർക്ക് മനുഷ്യത്വം ഉണ്ടാകത്തക്കവണ്ണം നമുക്ക് പ്രവർത്തിക്കണമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും സഭ മത ആചാര്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഇന്ന് കാണിച്ചു തരാമോ? സ്റ്റേജിൽ നിന്ന് പറയില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ പ്രവൃത്തിയിൽ കൂടെ പറയുന്നവരുടെ കാര്യമാണ് പറയുന്നത്. എന്തു വന്നാലും എനിക്ക് എൻ്റെ കാര്യം നേടണം, അതിനേത് മാർഗവും ഞാൻ അവലംബിക്കും. നമുക്കറിയാം, എന്താ പറയുന്നത്, ഹ്യൂമൻ സാക്രിഫൈസ് ഇവിടെ നടന്നു. അത് 3-4 ദിവസം ചർച്ച ചെയ്യപ്പെട്ടു. അതിനുശേഷം അതിന് എന്തായെന്നോ അതിൻ്റെ സത്യം എന്താണെന്നോ ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ, ആർക്കും ഒരു താല്പര്യവുമില്ല. അന്ന് പിണറായി വിജയൻ പറഞ്ഞു, അന്ധവിശ്വാസത്തെ നിയന്ത്രിക്കുന്ന ബില്ല് ഞാൻ കൊണ്ടുവരും. വില്ലും ഉണ്ടായില്ല, ഒരു കുന്തവും ഇവിടെ ഉണ്ടായില്ല. അന്നേ ഞാൻ പറഞ്ഞതാണ്, ഒരു വീഡിയോ ഞാൻ പറഞ്ഞതാണ്, ഒരു ചുക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഈ അന്ധവിശ്വാസം കൊണ്ട് രാഷ്ട്രീയമായി മുതലെടുക്കുന്ന ഒരേ ഒരു കാഴ്ചപ്പാടിലാണ് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും നിൽക്കുന്നത് എന്നതുകൊണ്ട്. അന്ധവിശ്വാസമില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? രാഷ്ട്രീയവും മതവും വിജയിക്കുന്നത് അന്ധവിശ്വാസം കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഉണ്ടെന്ന് വിശ്വസിക്കണമെങ്കിൽ അത് അന്ധവിശ്വാസമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനം മരിച്ചിട്ട് നാളെത്രയായി? ഗാന്ധി വിഭാവന ചെയ്ത കോൺഗ്രസ് പാർട്ടി മരിച്ചിട്ട് എത്രയോ നാളുകളായി. പിന്നെ ശ്രീരാമൻ്റെ ആദർശങ്ങളെ, ധാർമ്മിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ ദർശനം ഈ രാജ്യത്ത് നിന്ന് തിരോധാനം ചെയ്തിട്ട് നാളെത്രയായി? പക്ഷേ ശ്രീരാമന് ക്ഷേത്രമുണ്ടാക്കി, അതുകൊണ്ട് ഭരണം പിടിക്കുവാനും പിടിച്ച ഭരണം നിലനിർത്തുവാനും താല്പര്യമുള്ളവരുണ്ട്, സംശയമില്ല. അങ്ങനെയുള്ളവരാണ് ഒരു രാജ്യത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ധാർമ്മിക അധപ്പതനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത്. അത് പാർട്ടി ഏതായാലും മതം ഏതായാലും കണക്കാണ് എന്നതാണ് ഇന്നത്തെ അടിസ്ഥാന തത്വം. എല്ലാവരും കൂടെ ചേർന്ന് ആർക്കും ആത്മധൈര്യത്തോടെ സുരക്ഷിതത്വത്തോടെ ജീവിക്കാൻ കഴിയാത്തൊരു സമൂഹം വാർത്തെടുക്കുകയാണ്.
ഓരോരുത്തരും അവരുടെ ലാഭം മാത്രം ലാക്കാക്കി പ്രവർത്തിച്ച് ഏത് മാർഗവും ഉപയോഗിച്ചും ഞാൻ എൻ്റെ കാര്യം കാണും, അതിനുവേണ്ടി ആരെയും ഞാൻ തുലയ്ക്കും, ഒരു വിധത്തിലും ഞാൻ എൻ്റെ അത്യാർത്തിയെ നിയന്ത്രിക്കുകയില്ല എന്ന വിധത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു സമൂഹം അധാർമികമായ ഒരു വനമായിത്തീരുന്നു. ആ വനമാണിന്ന് കേരളം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞത്, ഞാൻ 2 വർഷത്തിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ, ഇത് സാത്താൻ്റെ സ്വന്തം കാട് ആയിപ്പോയി. ആവർത്തിക്കട്ടെ, ദൈവത്തിൻ്റെ സ്വന്തം നാട് 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 എന്ന് പറഞ്ഞിരുന്നിരുന്ന സാത്താൻ്റെ സ്വന്തം കാടായിപ്പോയി. നാം എല്ലാവരും കൂടെ ചേർന്ന് നേടിയെടുത്തൊരു നേട്ടമാണ്. ഇനിയെങ്കിലും ഒന്ന് ഉണർന്നിട്ട്, നാം നാശത്തിൻ്റെ വക്കിലായിരിക്കുന്നു. നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. കഴിയുമെങ്കിൽ എഡ്വേർഡ് ഗിബന്റെ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ എന്ന പുസ്തകം വായിക്കണം. അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു സംസ്കാരം, ഒരു സമൂഹം, ഒരു രാഷ്ട്രം അധപ്പതിക്കുന്നു എന്നതിൻ്റെ നല്ല സൂചനകൾ ഏറെ നാൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിലൊന്നാണ് മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ ഇപ്രകാരമുള്ള വലിയ ഭീകരമായ അപാകതകൾ ഉണ്ടാകുക. 2 കുടുംബങ്ങൾക്ക് വരുന്ന തകർച്ച. 3 മൂല്യങ്ങളോട് മനുഷ്യർ കാണിക്കുന്ന അനാസ്ഥ, ഇൻഡിഫറൻസ് ടു ബേസിക് ഹ്യൂമൻ വാല്യൂസ്. ഇതെല്ലാം നമ്മുടെ മധ്യത്തിൽ തഴച്ചു വളരുകയാണ്. പക്ഷേ ഇതിനെപ്പറ്റി യാതൊരു താല്പര്യമോ ചിന്തയോ ചുമതല ബോധമോ ഇല്ലാത്ത വിധത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരും മതാചാര്യന്മാരും പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് തിരുവാതിര കളിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ കോട്ടയത്തും വയനാട്ടിലും കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ ദിവസവും മാധ്യമത്തിൽ വന്ന് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് സായാഹ്നത്തിൽ അധരവ്യായാമം നടത്തുന്ന ചില മാന്യന്മാർ, എക്സ്പേർട്സ്, അവർക്ക് അവരുടെ വിനോദം തുറന്നുകൊണ്ടേയിരിക്കുവാൻ, അവരുടെ ഹോബി നടത്തിക്കൊണ്ടിരിക്കാനുള്ള വെടിമരുന്ന്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അനുദിനം പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ സമൂഹം കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു ദോഷൈക ദൃക്കെന്ന നിലയിലല്ല ഞാനിത് കാണുന്നത്. പിന്നെയോ ഇവിടെ ഉദാത്തമായ ഒരു വലിയ ദൗത്യബോധം പിറക്കേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള കാലം വൈകിയിരിക്കുന്നു. അതിലേക്ക് കേരളത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ശ്രദ്ധ തിരിയണമേ ദൈവമേ എന്ന പ്രാർത്ഥനയായിട്ട് മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെപ്പറ്റി ഒന്നുകിൽ സംസാരിച്ചിട്ടോ, മാറിയിരുന്ന് ദുഃഖിച്ചിട്ടോ, മാറത്തടിച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മരോഷം പ്രകടിപ്പിച്ചിട്ടോ കാര്യമില്ല. രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തക്കതായ പ്രതിവിധി, ചികിത്സ ആവിഷ്കരിക്കുന്നില്ല എങ്കിൽ കേരള സമൂഹം എന്ന ഈ രോഗി കൂടുതൽ കൂടുതൽ മരണ അവസ്ഥയിലേക്ക് അടുക്കുവാനേ സാധ്യതയുള്ളൂ. അങ്ങനെ വരാതിരിക്കട്ടെ 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 ദൈവമേ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.